തലമുതിർന്ന കോൺഗ്രസ് നേതാവ് പി ബാലൻ, പാലക്കാട്ടുകാർ ബാലേട്ടൻ എന്ന് വിളിച്ചിരുന്ന പി ബാലൻ മരിച്ചിട്ട് ഏതാണ്ട് 20 വർഷം കഴിയുന്നു. ഒന്നാം നിര കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്നു ബാലേട്ടൻ. കെ കരുണാകരനായാലും കെ ആന്റണി ആയാലും വളരെ ബഹുമാനത്തോടെ ബാലേട്ട എന്ന് സംബോധന ചെയ്തിരുന്ന പി ബാലൻ എപ്പോഴും കണ്ടുമുട്ടുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കോൺഗ്രസ്സിന്, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപജയം ഒരു ദേശീയ നേതാവില്ല എന്നതാണ്. അദ്ദേഹം എപ്പോഴും അതിനെക്കുറിച്ച് പറയുകയും വ്യാകുലപ്പെടുകയും ചെയ്യുമായിരുന്നു. അന്ന് ഇത് പറയുന്ന സന്ദർഭത്തിൽ സോണിയാഗാന്ധി രംഗത്തുണ്ടെങ്കിലും സോണിയാഗാന്ധിക്ക് രാജ്യത്താകെ തൻ്റെ നേതൃത്വ പാടവം തെളിയിക്കാനോ അത്തരമൊരു ദേശീയ നേതാവായി ഉയർന്നു വരാനോ കഴിഞ്ഞിരുന്നില്ല. രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ടാക്കിയ ഒരു വിടവാണല്ലോ യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും UPA അധ്യക്ഷ സ്ഥാനത്തേക്കും എല്ലാം വരാൻ പ്രേരിപ്പിച്ചത്. ആ സമയത്തെല്ലാം രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട രണ്ടാളുകളായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് തന്നെയായിരുന്നു സോണിയാഗാന്ധിയുടെ തീരുമാനം. പക്ഷേ രാജ്യത്തെ പല പ്രതിസന്ധികളും കണ്ടപ്പോൾ, മൻമോഹൻ സിംഗ് സർക്കാർ പരാജയപ്പെട്ട് BJP ഭരണത്തിലെത്തിയപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്കയെ കൂടി കൊണ്ടുവരാൻ സോണിയാഗാന്ധി നിർബന്ധിതയായി. അങ്ങനെയാണ് 20 വർഷത്തിന് മുമ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന രാഹുൽ ഗാന്ധി പല പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് ഇന്ന് ദേശീയ നേതാവ് എന്ന തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. ആദ്യകാലത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വളരെ ലാഘവത്തോടെയാണ് പ്രതിപക്ഷം ഭരണകക്ഷി നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ രാജ്യം കാതോർക്കുന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി വളർന്നിരിക്കുന്നു. അങ്ങനെ ബാലേട്ടൻ സ്വപ്നം കണ്ട ദേശീയ നേതാവ് എന്ന ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ അതോടുകൂടി രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് വിലയിരുത്തിയ കോൺഗ്രസ് നേതാക്കളുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കളുണ്ട്. പിണറായി അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കളുണ്ട്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര, ആ ജോഡോ യാത്ര യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം നടത്തിയ യാത്ര പോലെ ഒരു യാത്രയാണ്. കാരണം അധികാരത്തിലേക്ക് ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നത് ആ യാത്രയുടെ അനന്തരഫലമായിരുന്നു. ആ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി ജോഡോ യാത്ര നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം 400 സീറ്റുകൾ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന മോദി സർക്കാരിന് BJPക്ക് ഒറ്റയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കേവലം 240 സീറ്റുകൾ മാത്രമാണ്. ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും സഹായമില്ലെങ്കിൽ, അവരുടെ ഔദാര്യമില്ലെങ്കിൽ ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മോദി സർക്കാർ ഒരർത്ഥത്തിൽ വിജയിച്ചെങ്കിലും പരാജയത്തിൻ്റെ ഭീതിയാണ് അനുഭവിച്ചത്. ഏറ്റവും പ്രസക്തം UP, BJPയുടെ ശക്തി കേന്ദ്രമായ UP ഭരിക്കുന്നത് BJPയാണ്. അപ്പോൾ എന്താ, ഡബിൾ എഞ്ചിൻ ഭരണം നടക്കുന്ന UPയിലും ഡബിൾ എഞ്ചിൻ ഭരണം നടക്കുന്ന മഹാരാഷ്ട്രയിലും ഒറീസയിലും ഒക്കെ തന്നെ ഏറ്റ പരാജയം വലിയ തിരിച്ചടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പല മാജിക്കുകളും മോഡി നടത്തി. കാരണം പാർലമെൻറ്റ് മന്ദിരം തിരക്കിട്ട് ഉദ്ഘാടനം ചെയ്തു. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതിയെ ക്ഷണിച്ചില്ല, അദ്ദേഹം തന്നെ ഉദ്ഘാടകനായി. അത് കഴിഞ്ഞ് അദ്ദേഹം പാർലമെൻറ്റ് മന്ദിരത്തിൽ പഴയ രാജാക്കന്മാരുടെ അധികാര പ്രതീകമായ ചെങ്കോൽ സ്ഥാപിച്ചു.
അതിനും പിന്നാലെ വളരെ തിരക്കിട്ട് അപൂർണമായ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. പൂജാരിയുടെ കുപ്പായവും അദ്ദേഹം തന്നെ അണിഞ്ഞു. അങ്ങനെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പേരിൽ, അയോധ്യ സാക്ഷാത്കരിച്ചതിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാം, തെരഞ്ഞെടുപ്പിൽ വിജയം നേടാം, 400-ലേക്ക് കുതിക്കാം എന്നെല്ലാം മോദി കണക്കുകൂട്ടി. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം പരാജയപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടപ്പോൾ INDA എന്ന് മാത്രമേ മോദി പറയുമായിരുന്നുള്ളൂ, ഇന്ത്യ എന്ന് പറഞ്ഞില്ല. അതിനുശേഷം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പേര് മാറ്റി ഭാരതമെന്ന് ആക്കാനുള്ള ശ്രമം പോലും മോദി സർക്കാരും BJPയും നടത്തി. ആ ശ്രമവും പരാജയപ്പെട്ടു. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ പ്രസംഗത്തിൻ്റെ പേരിൽ ജയിലിലടയ്ക്കാനും ആ കേസിൻ്റെ പേരിൽ MP സ്ഥാനം നഷ്ടപ്പെടുത്താനുമെല്ലാം ശ്രമിച്ചത്. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട് രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം പുനഃസ്ഥാപിച്ചതോടെ, വയനാട് MP ആയി അദ്ദേഹം മടങ്ങിയെത്തിയതോടെ പൂർവാധികം ശക്തിയായി അദ്ദേഹം ജോഡോ യാത്ര, ആദ്യത്തെ ജോഡോ യാത്രയും രണ്ടാമത്തെ ജോഡോ ന്യായയാത്രയും നടത്തി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള രാജ്യത്തിൻ്റെ ഹൃദയമാണ് കീഴടക്കിയത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പ്രകടനമാണ്. കാരണം രാജ്യത്തുടനീളം മോദി താനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഭരണഘടന സംരക്ഷിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പെന്നും, ഭരണഘടന ലംഘിക്കപ്പെട്ടാൽ, ഭരണഘടന ഇല്ലാതായാൽ ജനജീവിതം സ്തംഭിക്കുമെന്നും, ഇത് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണെന്നും ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കളെന്നും പറഞ്ഞു. അത് ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് അയോധ്യയിലടക്കം, രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യയിലടക്കം BJPക്കുണ്ടായ തോൽവി. മറ്റൊന്ന്, വാരണാസിയിൽ മോദിക്ക് തന്നെ നേരത്തെ 2 തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ 1/4 ഭൂരിപക്ഷം മാത്രമേ ഇക്കുറി ലഭിച്ചുള്ളൂ. ആദ്യഘട്ടത്തിൽ മോദി പിന്നിൽ പോലും ആയ സന്ദർഭമുണ്ടായി. ഏറ്റവും ഒടുവിലിപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തി, നന്ദി പറയാനായി വയനാട്ടിലെത്തി. വയനാട്ടിലെത്തിയപ്പോൾ വയനാട്ടിലെ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. അവിടെ രാഹുൽ പറഞ്ഞ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാനാണ് രാജ്യം, ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് മോദി പറയുമ്പോൾ, ഞാൻ പറയുന്നത് എൻ്റെ ദൈവം എന്ന് പറയുന്നത് ജനങ്ങളാണ്, ജനങ്ങളാണ് എൻ്റെ ദൈവം, ദൈവതുല്യരായത് ജനങ്ങളാണ്, അവരാണ് വിധികർത്താക്കൾ, അവരുടെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ എന്നെ നിലനിർത്തുന്നത്, ഇന്ത്യ മുന്നണിയെ നിലനിർത്തുന്നത് എന്നാണ് രാഹുൽ പ്രസംഗിച്ചത്. മറ്റൊന്ന്, റായ്ബറേലിയിലാണോ അമേഠിയിലാണോ രാഹുൽ തുടരുന്നത്, ഏത് മണ്ഡലമാണ് രാഹുൽ ഉപേക്ഷിക്കുന്നത് എന്ന ആശങ്കയ്ക്കുള്ള മറുപടിയും പറഞ്ഞു. റായ്ബറേലിക്കും വയനാട്ടിനും സന്തോഷമുണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും താൻ എടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി നൽകുന്ന സൂചന വയനാടുകാരെ സന്തോഷിപ്പിക്കാനായി, അല്ലെങ്കിൽ വയനാട്ടിനോട് തനിക്കുള്ള ആത്മബന്ധം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കും എന്ന സൂചന തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകിയത്. എന്തായാലും ഈ പാർലമെൻറ്റ് സമ്മേളനം, 24-ലെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. പഴയ പാർലമെൻറ്റിലെ പ്രതിപക്ഷമല്ല, 40 MP-മാരുമായി പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൂടി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കാനാണ് സാധ്യത. AICC ഏകകണ്ഠമായി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടാവും. മോദി സർക്കാർ ഇതുവരെ കാണിച്ചിരുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, ഫാസിസ്റ്റ് തീരുമാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാനാവില്ല. ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയും എടുക്കാനാവില്ല. കരിനിയമങ്ങൾ പലതും പിൻവലിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കും. അപ്പോൾ നിഷ്പക്ഷമായ ഒരു നിലപാട് മോദിക്ക്
സ്വീകരിക്കേണ്ടി വരും. ജാതി സെൻസസ് അടക്കമുള്ള പല വിഷയങ്ങളിലും ചന്ദ്രബാബു നായിഡുവും പിന്നെ നിതീഷ് കുമാറും കണ്ണടച്ച് മോദി സർക്കാരിനെ പിന്താങ്ങും എന്ന് കരുതാനാവില്ല. പക്ഷേ എന്ത് വില കൊടുത്തും ഈ രണ്ട് നേതാക്കളെയും, TDP നേതാവിനെയും നിതീഷ് കുമാറിനെയും കൂടെ നിർത്താനാണ് മോദിയുടെ നീക്കം. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ ധൃതരാഷ്ട്ര ആലിംഗനം പോലെ ആണ് അദ്ദേഹം ആലിംഗനം ചെയ്തത്. അത് ആ ആലിംഗനം ഒരു ധൃതരാഷ്ട്ര ആലിംഗനമായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.